ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8000 800120. എനിക്ക് മമ്മിയെ കണ്ടപ്പോ എന്റെ അമ്മയുടെ അതേ പ്രതീതി കേട്ടാ. അമ്മയ്ക്ക് ഇതേപോലെ ആരെങ്കിലും വീട്ടിൽ കയറുമെന്നാ ഭയങ്കര സന്തോഷമുണ്ട്. മമ്മിയെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെയോ? ഓ, എവിടുന്ന്? എന്നിട്ട് എന്താ മോൻ വിളിക്കാഞ്ഞേ? ഞാൻ ഫോണിൽ ഫോട്ടോ കണ്ടിട്ടുണ്ടെന്നാ പറഞ്ഞേ. ഫോട്ടോയിലായിരുന്നോ? ഇവള് പറഞ്ഞിട്ടുണ്ട് മോൻ ഭയങ്കര തമാശയാണ്. മമ്മിയുടെ സൗന്ദര്യം ഒന്നും കിട്ടിയിട്ടില്ല. മൊത്തം ആ ഡാഡിയുടെ ലുക്കാണ്. അത് കുടുംബത്തിൽ എല്ലാരും പറയും അവള് ഡാഡിയെ പോലെയാണ്. ബാക്കി കേട്ടാ സ്വഭാവം മമ്മിയുടെ ആണ് കിട്ടിയെന്ന് തോന്നുന്നു. ഡാഡിയുടെ വല്ലാണ് കിട്ടിയെങ്കിൽ നശിച്ചോയത്. സത്യവാ മോൻ പറഞ്ഞ സത്യവാ. ഞാനേ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. കുടിക്കാൻ ജ്യൂസ് എടു. ജ്യൂസാ? ജ്യൂസ് എടുക്കും മോളെ, ചെല്ലേ. ആ പിന്നെ ഫുഡ് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മതി കേട്ടാ. ചെല്ലെന്ന് ധൃതിയൊന്നുമില്ല. എന്ന് മമ്മി ഒന്നും പറയണ്ടേ. എനിക്ക് കുറച്ച് ഈ വിശപ്പിന്റെ ഒരു അസ്കിറ്റ് ഉള്ള സംഭവം വേറെ ഒന്നുമല്ല. കറക്റ്റ് സമയത്ത് ഞാൻ ഫുഡ് കഴിക്കും. ആ അത് നല്ല കാര്യമാ. ജ്യൂസ് എടു. ഓ മോളെ. ആ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു കേശു? പഠിത്തത്തിന്റെ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല മമ്മി. അതൊക്കെ ക്ലീൻ ആയിട്ട് പോണ്. പക്ഷേ ഞാൻ ഈയിടെയായിട്ട് ചെറുതായിട്ട് പഠിത്തത്തിലൊന്നും ഉഴപ്പുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ഉഴപ്പാനോ? അതൊന്നും പറ്റില്ല കേട്ടോ. ഇല്ല ഒന്നും പറ്റില്ല. അത് ഞാൻ അങ്ങോട്ട് പറയാൻ ഒരുങ്ങുമായിരുന്നു. ഞാൻ എന്നോട് തന്നെ പറയാൻ ഒരുങ്ങായിരുന്നു എന്ന്. കേശുവിന്റെ അമ്മ വീട് പാഴൂരാ അല്ലേ? ആ പാഴൂര്. പിന്നെ അച്ഛന്റെ വീട് നെയ്യാറ്റിൻകര. ഇപ്പൊ രണ്ടുപേരും നെയ്യാറ്റിൻകര. ഓ, നിങ്ങൾ താമസിച്ചിരുന്ന വീട് വാങ്ങിച്ചോ? അല്ല മമ്മി, നമ്മളത് മേടിച്ചു എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ അപ്പൂപ്പൻ മേടിച്ച് നമ്മുടെ 4 പിള്ളേരുടെയും പേരിലോട്ട് എഴുതി തന്നു. പിന്നെ നമ്മുടെ അപ്പൂപ്പന് അവിടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നെയ്യാറ്റിൻകരയിലും കൃഷിയൊക്കെ ഉണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ നമ്മളൊരു അഗ്രേറിയൻ ഫാമിലിയാണ്. അല്ല മെറിലെ, ഒരു ദിവസം ഫ്രീ ആവുമ്പോളേ അമ്മയും കുട്ടി നമ്മുടെ വീട്ടിലോട്ട് ഇറങ്ങ്. ഡാഡി ഇല്ലാത്തപ്പോ. പിന്നെ എന്താ, ഇവള് പറയുന്നത് കേട്ട് കേട്ട് ഞാൻ അങ്ങോട്ട് വരാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുക. എന്താ ദേവിയേ, പെട്ടെന്ന് വരണേ ഇന്ന്. ആ ദേവി. മമ്മിയുടെ വീട് കോട്ടയം എങ്ങാണ്ടല്ലായിരുന്നോ? ആ കോട്ടയത്താ. പറഞ്ഞിട്ടുണ്ട് കോട്ടയം. കോട്ടയം കറക്റ്റ് എവിടെ? കോട്ടയത്ത് പാലക്കടുത്താ. പാലക്കടുത്തെന്ന് പറയുമ്പോ എവിടെ ആയിട്ട് വരും? പാലയിൽ എല്ലായിടത്തും പോകാൻ അറിയോ? അല്ല അറിഞ്ഞൂടെ, ഇപ്പൊ പറഞ്ഞാ അറിയാം. പാലയിൽ ഒരു വല്യപള്ളി ജംഗ്ഷൻ ഉണ്ട്. അവിടെ ഒരു കപ്പേളയുണ്ട്. അവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ പോയാൽ 10 ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാ വീട്. 10 ഏക്കറില? അവിടെ എങ്ങനെ ഇപ്പൊ കൃഷിയൊക്കെ ഉണ്ടോ? പിന്നെ റബ്ബറുണ്ട്, ഏലമുണ്ട്, കുരുമുളകുണ്ട്. ഇപ്പൊ ഒരു കുറച്ച് റംബൂട്ടാനും ഉണ്ട്. കുറച്ചെന്ന് പറയുമ്പോ ഒരു 10-12 ഏക്കറേ ഉള്ളൂ. കുറച്ച്